ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പപ്പടമാണ്. പപ്പടം നമുക്കെല്ലാവരും വീടുകളിൽ സാധാരണ കടകളിൽ നിന്ന് മേടിച്ചാണ് നമ്മൾ കഴിക്കാറുള്ളത്. പക്ഷേ ഈ പപ്പടം നമുക്ക് വളരെ സിമ്പിളായിട്ട് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതും ഒട്ടും ചിലവില്ല. അത് തന്നെ ഈ പപ്പടം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്നിൻ്റെ പൗഡർ തന്നെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഉഴുന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ ഉഴുന്നൊന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേക്കും എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കഴുകി ഉണക്കി എടുത്തുകൊണ്ട് വന്നതാണ്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ഒട്ടും തരിയില്ലാതെ വേണം, നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് പൊടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഉഴുന്ന് പൊടിച്ചെടുത്താണ് ഞാനിത്. 150 ഗ്രാം ഉഴുന്ന് പൗഡറാണുള്ളത്. പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അരിപ്പയിലൊന്ന് അരിച്ചുകൂടി എടുക്കണം. എങ്കിലേ ആ ഒരു തരിമയോ ഒന്നും ഇല്ലാതെ കിട്ടത്തുള്ളൂ. പിന്നെ ഈ പപ്പടത്തിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ വേണം, ഉപ്പ്, നല്ലെണ്ണ, കുറച്ച് മൈദപ്പൊടി. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് വീട്ടിൽ തന്നെ നല്ല പപ്പടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇത് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ പൊടിയിലേക്ക് ആദ്യമേ ഉപ്പിട്ട് കൊടുക്കണം. അപ്പം എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളോട്. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിലും ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇൻഫർമേഷൻ കിട്ടാനും കാണാനും സാധിക്കത്തുള്ളൂ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പപ്പടത്തിൻ്റെ ഒരല്പം ഉപ്പ് മുന്നോട്ട് നിൽക്കുന്നതാണ് നല്ലത്. 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ചായിട്ട് വേണം ഒഴിക്കാൻ. ഇവിടെ എൻ്റെ മൂത്ത ആൾക്ക് പപ്പടം ഇഷ്ടമില്ല, പക്ഷെ രണ്ടാമത്തവന് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം. അപ്പം നമുക്ക് പപ്പടം നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എന്ന് വെച്ചാൽ പല രീതിയിലുള്ള പപ്പടം ഉണ്ട്. ചിലപ്പം വില കുറഞ്ഞ് പപ്പടം ഒരുപാട് നമ്പറിൽ കിട്ടാറുണ്ട്. പക്ഷെ അതൊക്കെ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന പപ്പടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പപ്പടത്തിനാണെങ്കിൽ എക്സ്പയറി ഡേറ്റും കുറേ ദിവസം ഉണ്ടാകും. പ്യുവർ ഉഴുന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല, കാരണം അത് പെട്ടെന്ന് തന്നെ പൂപ്പിൽ വീഴും. ഇതിന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴയ്ക്കാനായിട്ട് തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. പക്ഷേ അത് കൂടുതൽ സമയം ഇട്ട് കുഴയ്ക്കണം, എങ്കിലേ ആ നന്നായിട്ടുള്ള പപ്പടം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് ഞാൻ താഴേക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മളിങ്ങനെ കൈകൊണ്ട് മേളിൽ വെച്ച് കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ നല്ലൊരു പ്രഷർ കൊടുത്ത് കുഴയ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിലത്തേക്ക് വെച്ച് കുഴയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇടിമുട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇടിച്ച് തന്നെ കുഴച്ചെടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കൈകൊണ്ട് തന്നെ കുഴച്ച് കുറേ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ ശരിക്കും ഇത് ഇടിച്ചെടുത്ത് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കല്ലിൻ്റെ ഇടിമുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇത് വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ വെച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നന്നായിട്ട് മയം കിട്ടും. ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു ചപ്പാത്തിയുടെ മാവെന്നൊക്കെ പറയുന്നത് ഗോതമ്പ് പൊടിയാണ്. ആ ഉഴുന്നിന് ആ ഒരു ഇത് അത്രയും തന്നെ എതിരായിട്ട് കിട്ടത്തില്ല, അത്രയും ഈസി ആയിരിക്കത്തില്ല നമ്മൾ കുഴച്ചെടുക്കുന്ന കാര്യത്തിൽ. ഇത് നന്നായിട്ട് ഒന്നുകൂടി ബോൾസ് ആക്കി എടുക്കാം. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ കൈകൊണ്ടാണ് കുഴയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നേരമെങ്കിലും എടുത്ത് ഇത് കുഴച്ചെടുക്കണം. എങ്കിലേ ആ കറക്റ്റായിട്ടുള്ള പപ്പടം ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഇതുപോലൊരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നീളത്തിലാക്കി എടുക്കാം. അപ്പോൾ എന്തുമാത്രം നീളത്തിലാക്കാവോ അത്രയും കനം കുറച്ച് വേണം ആക്കാനായിട്ട്.
ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ആക്കുകയാണ്. നമുക്ക് വീതി കുറച്ച് വേണം ആക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ നീളത്തിലാക്കിയെടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത്രയുള്ള പീസുകളാക്കിയാൽ മതി. ഇത്രയും ഉണ്ട്. നമ്മളത് ആ 150 ഗ്രാം അളവിൽ എടുത്ത പൊടി കൊണ്ട് ഇത്രയും ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം ഇനി ഇത് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചപ്പാത്തിപ്പലകയോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡോ എന്തെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം പരത്തിയെടുക്കാം. അപ്പോൾ ഈ പരത്തിയെടുക്കാനായിട്ടാണ് ഞാനിവിടെ മൈദപ്പൊടി എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇതിലേക്ക് മുക്കി വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇത് പരത്തുമ്പോൾ എന്ന് വെച്ചാൽ ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും കറക്റ്റ് ഷേപ്പിൽ. ചെറുതായിട്ടൊരു ബോളാക്കിയതിന് ശേഷം ഈ മൈദപ്പൊടിയിലേക്ക് മുക്കി പരത്തിയെടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കറക്റ്റ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇത്രയും നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഇതുപോലെ നൈസായിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം എല്ലാം പരത്തി കഴിയുമ്പോഴത്തേക്കും ഒരേ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് ഇതിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി എല്ലാം അതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ വലിപ്പത്തിലുള്ള പപ്പടം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലുതായിട്ട് തന്നെ ആ റോൾ ചെയ്തത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ പരത്തിയതിന് ശേഷം കറക്റ്റ് ഒരു ഷേപ്പിനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പാത്രമോ, ഇപ്പം എൻ്റെ കയ്യിൽ അങ്ങനെയുള്ളൊരു കറക്റ്റ് പാത്രമില്ല, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു അടപ്പ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ വന്നോളും. ഈ പരത്തിയെടുത്ത പപ്പടങ്ങൾ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ആദ്യം പരത്തിയ 4 എണ്ണം ഞാൻ വെയിലത്തോട്ടൊന്ന് ഉണക്കാനായിട്ട് വെക്കുകയാണ്. 5 മിനിറ്റ് വെയിൽ കൊണ്ടാൽ മതി. അപ്പോഴത്തേക്കും ആ പപ്പടം ഒന്ന് ഡ്രൈ ആയി കിട്ടും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ദിവസം ഈ പപ്പടം സൂക്ഷിച്ച് വെക്കാനായിട്ടും സാധിക്കും. ചൂടായ എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഈ പപ്പടം ഇട്ട് കൊടുക്കാം. നോക്കി ഇട്ട പാട പൊന്തി വരുന്നത് കണ്ടോ. അപ്പം നമുക്കെല്ലാവർക്കും വീട്ടിലുണ്ടാക്കി എടുക്കാവുന്ന പപ്പടം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും എഴുതി അറിയിക്കണം. അപ്പം നല്ല ടേസ്റ്റാണ് ഈ പപ്പടം കഴിക്കാനാണെങ്കിലും. നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ അതിലും നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഉപ്പുമൊക്കെ കറക്റ്റാണ്. നമ്മൾ ആ പപ്പടത്തിന് ചിലപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു എക്സ്ട്രാ ഉപ്പായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാം പാകത്തിനാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.